നമ്മുടെ അനിത ജയചന്ദ്രൻ നായരിലേക്ക് വരാം. ഇതെല്ലാം കളഞ്ഞിട്ട് ആദ്യമേ പറയാം. അനിത ജയചന്ദ്രൻ നായർ എന്ന സ്ത്രീ എനിക്കൊരു മെസ്സേജ് ഇട്ടു, ഒരു കമന്റ് ഇട്ടു. കമന്റ് ഇടാനുണ്ടായ കാരണം, ഞാൻ ഉമ്മൻചാണ്ടിയെ പറ്റി ഒരു പുണ്യാളൻ സ്റ്റോറി എഴുതിയിട്ടു. പുണ്യാളൻ സ്റ്റോറി പറയാനുണ്ടായ റീസൺ കൂടെ നിങ്ങൾക്ക് മനസ്സിലാകണം. ഒരു സ്ത്രീ ഈ പുണ്യാളനെ പറ്റി ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അത് നമുക്ക് കേൾക്കാമേ. അതിനു മുമ്പ് ഈ പെണ്ണുമ്പിളയ്ക്ക് നന്നായിട്ട് അങ്ങോട്ട് നൊന്തു. ആർക്കാ? അനിത ജയചന്ദ്രൻ നായർക്ക് നൊന്തു. ഈ നൂറ്റാണ്ടിലും ആ ജാതി വാല് കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, അത് ഉത്ഭവദോഷത്തിന്റെ കുഴപ്പമാ, അതെന്റെ കുറ്റമല്ല. അപ്പോൾ അതൊരു വലിയ ക്രെഡിബിലിറ്റി ആയിട്ട് കൊണ്ട് നടക്കുന്ന മാഡത്തിന് ആ നായർ സമുദായത്തിന്റെ ഒരു ക്രെഡിബിലിറ്റി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ ഞാൻ വിചാരിച്ചു. മെനക്കെട്ടു, എന്നാലും വേണ്ടില്ല. സംഗതി ഞാൻ എനിക്ക് മനസ്സിലായത് അങ്ങോട്ട് പറഞ്ഞുതരാം. അതവിടെ നിൽക്കട്ടെ. അതിന് മുമ്പ് പുള്ളിക്കാരത്തി പറഞ്ഞ കമന്റ്സ് നമുക്ക് വായിക്കാം. അതൊന്നും കൂടെ നിങ്ങളെ കാണിക്കാം. നിന്റെ വീഡിയോയിൽ ആൾക്കാർ വെടി എന്ന് വിളിച്ച് കമന്റ് ഇടുന്നുണ്ടല്ലോ, അത് നിന്റെ പ്രവൃത്തിക്ക് കിട്ടിയ അംഗീകാരം. ഉമ്മൻചാണ്ടി സാർ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് ജനങ്ങൾ നൽകിയ പുണ്യാളൻ പദവി. എനിക്കിപ്പോ പുണ്യാളൻ പദവിയൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ വലിയ പ്രവർത്തികളൊന്നും ചെയ്താൽ തന്നെ ആരോട് വിളിച്ചു പറയാനും പോകാറില്ല. ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രിയായിരുന്നു. മുഖ്യമന്ത്രി പദവി എന്ന് പറയുന്നത് നമ്മൾ നിശ്ചയിച്ചു കൊടുക്കുന്ന ഒരു പദവിയാണ്. ആ പദവിയിൽ ഇരുന്നു കൊണ്ട് അയാൾ ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് ഒരിതുണ്ട്. അത് അയാൾ ചെയ്തിട്ടുണ്ട്. അത് അയാൾ നമുക്ക് തന്ന ഔദാര്യമല്ല, അത് നമ്മളുടെ അവകാശമാണ്. അത്രയെങ്കിലും പൊട്ടത്തി മനസ്സിലായോ? പൊട്ടത്തി അത് നമ്മുടെ അവകാശമാണ്. ജനാധിപത്യ രാജ്യത്തെ ഒരു പൗരന്റെ അവകാശമാണ് അവൻ നിയോഗിക്കപ്പെട്ട വ്യക്തി അവന് വേണ്ടി സർവീസ് ചെയ്യുക എന്നുള്ളത്. ഹി ഈസ് എ സെർവന്റ്. ആരുടെ? പൗരന്റെ. അല്ലാതെ അയാൾക്ക് പ്രത്യേകിച്ച് പ്രിവിലേജ് ഒന്നുമില്ല. അയാളുടെ അപ്പന്റെ സ്വത്തൊന്നുമല്ല കൊണ്ടുവന്ന് നമുക്ക് എടുത്തായിരുന്നത്. നമ്മൾ കൊടുക്കുന്ന ടാക്സ് പേയ്മെന്റ് ഒരു വിഹിതം കൊണ്ടാണ് അയാളുടെ കുടുംബത്തിൽ അരി വാങ്ങിക്കാൻ സാധിക്കുന്നത്. അതായത് അയാൾക്ക് കൊടുക്കുന്ന ശമ്പളം ഞാൻ ഉൾപ്പെട്ട പൗരന്മാർ കൊടുക്കുന്ന ക്യാഷിൽ നിന്നാണ് കിട്ടുന്നത്. അതായത് എന്റെയും കൂടെ ക്യാഷ് കൊണ്ടാണ് അയാൾ ഞമ്മുന്നേന്ന് അർത്ഥം. അപ്പോ അയാളെ ക്രിറ്റിസിസം ചെയ്യാനുള്ള പൂർണ്ണാധികാരം എനിക്കുമുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി ഇയാൾ പറഞ്ഞത് കണക്ക് പുണ്യവാൻ എന്ന് പറയാം. അയ്യോ ശരിയാ, അയ്യോ ഓസി പുണ്യാളനാ, അത് ശരിയാ, ഞാൻ സമ്മതിച്ചു. ഓസി പുണ്യാളൻ തന്നെ സമ്മതിച്ചു. പക്ഷെ എന്താണ് കുട്ടി, നായരുട്ടി, അന്റെ വിഭാഗത്തിലുള്ള അന്റെ സമുദായത്തിലുള്ള ഒരു കുട്ടി തന്നെ, അതും സരിതാ നായരുട്ടി, ഈ നായരൂട്ടി തന്നെ വന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, വദനമെന്നോ വദന സൂരതമെന്നോ വദനത്തിലിട്ട് സൂര്യതിച്ചെന്നോ മസ്കറ്റ് ഹോട്ടലിൽ കൊണ്ടുപോയെന്നോ ഒക്കെ. ഒന്നും ഇല്ലേലും കൊച്ചുമകളാകാൻ പ്രായമുള്ള ഒരു സ്ത്രീയെ വെച്ചിട്ട് ജാതി കളിയൊക്കെ കളിച്ച ആള് പുണ്യാളെന്ന് ചിന്തിക്കാനും മാത്രം തനിക്ക് സാധിച്ചെങ്കിൽ അത് ചെറിയ കാര്യമൊന്നുമല്ല. അത് സമുദായത്തിന്റെ ഉൽപ്പദോഷം കൊണ്ട് വന്നതാ. ഇനി ഇത് ഞാൻ പറയണമെന്ന് പറഞ്ഞ എന്റെ തലയിലോട്ട് പാഞ്ഞടിച്ച് കയറാനായിട്ട് നിൽക്കണ്ട. ഒരു കഥ അങ്ങോട്ട് പറഞ്ഞുതരാം. മന്നത്ത് പത്മനാഭൻ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനുണ്ടാ. അതാരെന്നറിയാമോ? എൻ്റെ സമുദായ നേതാവാ. പുള്ളിക്കാരൻ നായരായിരുന്നു. നായർ കുടുംബത്തിൽ പണ്ട് നടന്ന സിസ്റ്റം എന്താണെന്നറിയോ? പുള്ളി ജീവചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കുട്ടിയെ അറിയില്ല? അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? പുള്ളിക്കാരന് സ്വന്തം, അതായത് DNA നടത്തുമ്പോൾ കിട്ടിയ പ്രൂഫ് ചെയ്യേണ്ട ബീജകോശ ഭാഷയിൽ വന്ന പിതാവാഹനെ അപ്പനെന്ന് വിളിച്ചുകൂടാ. അതായത് നമ്പൂതിരിക്ക് നായർ സ്ത്രീയിൽ ഉണ്ടാകുന്ന കുട്ടി കൊശവനും നമ്പൂതിരിയിൽ ഉണ്ടാകുന്ന കുട്ടി ഉണ്ണിയമ്പൂരിയ. ഇങ്ങേര് നിർഭാഗ്യവശാൽ കൊശവനായിരുന്നു. കൊശവൻ അഭൻ നമ്പൂതിരി എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് പറ്റൂല. അങ്ങനെ 12ാമത്തെ വയസ്സിൽ അച്ഛൻ എന്ന് വിളിക്കാനായിട്ട് ഒരാൾ വേണമെന്ന് തോന്നിയിട്ട് അച്ഛൻ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സമുദായത്തിലെ ഒരാളെ കൊണ്ട് തന്നെ അച്ഛൻ എന്ന് വിളിപ്പിക്കാൻ വേണ്ടി അമ്മയെ 2ാമത് കെട്ടിച്ചൊരു ചരിത്രം നായർ സമുദായത്തിനുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ എഴുതി വെച്ചതാണ്. യാത് അത് തന്നെ. ഈ ചരിത്രമൊക്കെ അറിയാവുന്ന നീ ഇപ്പോഴും അന്റെ ജാതിവാല് അവിടെ കൊണ്ടുവന്ന് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ക്രെഡിബിലിറ്റി ഉള്ള ജാതിവാലായത് കൊണ്ടായിരിക്കും അല്ലേ? അതുകൊണ്ടാണ് ഇന്നെ കാണുമ്പോൾ ബെഡിന്നൊക്കെ തോന്നുന്നത്. അപ്പൊ പരമ്പരാഗതമായിട്ടുള്ള സർവീസ് നടത്തിയത് ഞങ്ങളല്ല. ആരാ? നായരുട്ടിയുടെ സമുദായ. അതറിയത്തില്ല? അയ്യോ, ഇത് ഞാൻ പറഞ്ഞല്ല, ഇത് മന്നത്ത് പപ്പനാമൻ തന്നെ പറഞ്ഞെഴുതി വെച്ചിരിക്കുന്ന ചരിത്രത്തിൽ മനസ്സിലാവുന്നതാണ്. അല്ല കൊച്ചെ, ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഈ റെക്കോർഡ് തകർക്കുന്ന ലേഡീസൊക്കെ 80,000-ന്റെ കേസ്, അല്ലാത്ത കേസ്, ആയ കേസ് എല്ലാത്തിലും ഈ നായരൂട്ടികൾ തന്നെയാണ്. ലക്ഷ്മി നായര്, ചരിത നായര്, എന്തുവാടി ഇത് മൊത്തം അതാണല്ലോ. അങ്ങനെ അങ്ങോട്ട് നിന്നിട്ട് നിന്റെ കാലിലെ വലിയ മന്ത് വെച്ചിട്ട് എന്റെ ചന്തിയിലുള്ള കൊച്ചു കുരു നോക്കി നീ എന്തുവാടി ഈ പറയുന്നത്? ഏതാണ്ട് കാണാത്ത ഏതാ ഒരു ഭാഗത്തോട്ട് കൊച്ചു കുന്നിക്കുരു കണ്ടിട്ടാണോടി നീ നിന്റെ കാലിലുള്ള അന്നാമ്പാട്ട് മന്തിക്കുരുവിനെ മാറ്റി വയ്ക്കുന്നേ? അസംഖ്യമായി തെരിയല്ല ഉനക്ക്? ജപ്പാര് ഇത്തോടെ മുടിച്ചുക്കാ. ഇത് വേറെ ഏണം. ഞാൻ ഫുള്ള് ഹിസ്റ്ററി എടുത്ത് പൊട്ട് നിരത്തി വെച്ച് ഉന്നെ അറുമാതിച്ച് വിട്ടിടുവേ. പുരിയതാ നാഗവല്ലി മോഡലായിടുവേന്ന് മേൽക്കൊണ്ട് അങ്ക വന്ന് കമന്റ് പണ്ട് അതാത് പണ്ടി പോട്ടിരുന്ന ചെവളയെ കുത്തി പോടുവേ. പുരിയതാടി, അതായത് നിന്റെ ചെവള ഞാൻ കുത്തി കീറുന്നു. എന്തായാലും ഞാൻ അവക്കോടെ ഒരു മറുപടി എഴുതി വെച്ചിട്ടുണ്ട്.
സർട്ടിഫിക്കറ്റ് എന്തായാലും നായരുട്ടിയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി ഞാൻ പുതുങ്ങി തിന്നു, അത്രയേ ഉള്ളൂ. അത് നീ മടക്കി കോണാത്തിൽ വെച്ചാൽ മതി. ആ കോണാൻ എടുത്തിട്ട് നിന്റെ അപ്പൻ നമ്പൂതിരി കിട്ടൂർ. ഓക്കെ അല്ലേ? 100 കൊല്ലം മുമ്പ് വരെയുള്ള ചരിത്രം ഒന്ന് മാറ്റി എഴുതിയത് ഞങ്ങളൊക്കെ കൂടി മെനക്കെട്ടിട്ടാ, അല്ലാണ്ട് ഇങ്ങനെ നേരെ ഇങ്ങോട്ട് വന്നതല്ല. അപ്പൊ ചരിത്രത്തിൽ എവിടെയാണ് ഈ വെടിപ്പുരാണം എന്നുള്ളത് ശരിക്കും ഈ പുസ്തകമൊക്കെ എടുത്തു വെച്ചാൽ അങ്ങോട്ട് വായിക്കാം. മനസ്സിലായോ? ഇല്ല മമ്മൂഞ്ഞേ, നമ്മൾ മുഹമ്മദെ വേറൊരു വിഷയമുണ്ട്. ഈ സാധാരണ എനിക്ക് മുഹമ്മദ് ആരിഫിനെ എടുത്തിട്ട് അലമ്പാനാണ് ഇഷ്ടം. പക്ഷെ ഇന്ന് നായരുട്ടി ഒന്ന് ചാടിയ സ്ഥിതിക്ക് നായരുട്ടിക്ക് 2 കൊടുക്കാന്ന് വെച്ചു. നായരുട്ടി പറയാണ് കമന്റ് മുഴുക്ക എന്നെ വെടിയെന്ന് വിളിക്കണം. അയ്യോ, എന്തൊരു സങ്കടമുള്ള കാര്യം. നായരുട്ടിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ നായരുട്ടിയുടെ ചരിത്രം ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടായോ? മനത്ത് പത്മനാഭൻ എഴുതി വെച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് എന്റെ തലയിലോട്ട് പാഞ്ഞു കയറാൻ നിൽക്കേണ്ട നായമായിരുന്നു. ഞാനല്ല പറഞ്ഞത്. നിങ്ങളുടെ സമുദായ നേതാവ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എഴുതി വെച്ച കാര്യമാണ്. വേണമെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. കേട്ടാ പോറടിക്കില്ല, ഞാൻ ഒന്നും കൂടെ പറയാൻ തയ്യാറാണ്. ഐ ആം റെഡി ടു ഡു ദാറ്റ്. ഇവിടെ എന്താ നടക്കുന്നത്? ചുമ്മാ വെറുതെ അയ്യോ തമ്പുരാൻ വന്നിരിക്കുകയാണ്, ഞാൻ അറിഞ്ഞില്ല. ഈ പച്ചക്കള്ളോ സംസുദീൻ നസീർ, അനക്ക് വല്ലാത്ത കേടാണല്ലോ കോയ. അനക്ക് ഇതിനെ പറ്റി വല്ല അറിയാം? നീ ചരിത്രം പഠിച്ചിട്ടുണ്ടോ? ഈ ചരിത്രം ഇവിടെ അവൈലബിൾ ആണ്. ഏത് ലൈബ്രറി പോയാലും മന്നത്ത് പത്മനാഭന്റെ ജീവചരിത്രം ചോദിച്ചാൽ അവർ തരും. അതെടുത്ത് വെച്ചങ്ങോട്ട് നെടുനീളത്തിൽ വായിക്കുക. പുള്ളിക്കാരൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് അവഗണനയായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മ നായർ സമുദായത്തിലതായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മ നായർ സമുദായത്തിലതായതുകൊണ്ട് അപ്പൻ നമ്പൂതിരി വന്ന് സംബന്ധം കൂടി ഉണ്ടായതാണ് ഈ കൊശവൻ എന്ന് പറയുന്നത്. അപ്പൊ മന്നത്ത് പത്മനാഭൻ ആ കൊശവനിക്ക് അപ്പൻ എന്ന് വിളിക്കാനുള്ള അധികാരമില്ല. കാരണവും പറയാം. നമ്പൂതിരിയെ തന്നെ വിവാഹം കഴിച്ചാൽ അതിൽ കുട്ടികൾ ഉണ്ടായാൽ ആ കുട്ടിക്ക് അപ്പൻ എന്ന് വിളിക്കാൻ അധികാരമുണ്ട്. നമ്പൂതിരിയെ അല്ലാതെ നായർ വീട്ടിൽ സംബന്ധം കൂടി കഴിഞ്ഞാൽ നായർ വീട്ടിലുള്ള സംബന്ധം കൂടിയ കുട്ടി കൊശവൻ എന്നറിയപ്പെടും. മറ്റേ ഉണ്ണിയമ്പൂരിയും ഇത് കൊശവൻ എന്നും അറിയപ്പെടും. അപ്പൊ ഈ കൊശവന് അപ്പൻ എന്ന് വിളിക്കാനുള്ള അധികാരമില്ല. ഇനി ഈ വീട്ടിലെ സംബന്ധം കൂടുമ്പോൾ അടുത്ത വീട്ടിൽ പോയി സംബന്ധം കൂടി നടക്കുന്നത് നമ്മുടെ കോയാമാരുടെ പൗരാണിക സിദ്ധാന്തം കൊണ്ട് നടന്ന ഒരു ടീമുകളാണ് ഈ നായർ വിഭാഗം. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ ചെറുക്കൻ 12 വയസ്സായപ്പോഴത്തേക്ക് ഈ മന്നത്ത് പത്മനാഭന് ഭയങ്കര ടെൻഷനായി. പുള്ളി നോക്കുമ്പോഴത്തേക്ക് എന്നെ അപ്പനെന്ന് വിളിക്കാൻ ആരുമില്ല, എനിക്ക് അപ്പനെന്ന് വിളിക്കാൻ ആരുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ പുള്ളി പറഞ്ഞു എന്നാ എന്റെ അമ്മച്ചിയെ കൊണ്ട് കെട്ടിക്കാന്ന്. അങ്ങനെ അമ്മച്ചിയെ കൊണ്ട് 12ാമത്തെ വയസ്സിൽ ഓൻ കെട്ടിച്ചൂത്രേ. അത് ചരിത്രത്തിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന കാര്യം, ഞാൻ പറഞ്ഞു, ഷെബീന പറഞ്ഞല്ല. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ചരിത്രമാണ് അവിടെ ഉള്ളത്. അതിനുശേഷം നായർ സമുദായത്തിലുള്ള ഒരാൾ തന്നെ അവന്റെ അമ്മയെ കെട്ടുന്നു. അതായത് മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിന്റെ അമ്മയെ കെട്ടുന്നു. അവനെന്നല്ല, അദ്ദേഹത്തിന്റെ. യു റെസ്പെക്ട്, ഡോണ്ട് ഫർഗെറ്റ് ദാറ്റ് റെസ്പെക്ട്. അദ്ദേഹത്തിന്റെ പേര് മന്നത്ത് പത്മനാഭൻ പിള്ള എന്നായിരുന്നു. അദ്ദേഹം ഈ ജാതി മത ഈ വിവേചനം അതൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് പിള്ള എന്ന സാധനം എടുത്ത് ദൂരെ കളഞ്ഞു. ജാതി വാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു പുള്ളിയുടെ തലയിൽ. പക്ഷെ പുള്ളി ആളുകളെ ബോധിപ്പിക്കാനാണെങ്കിൽ പോലും ഈ സാധനം അങ്ങോട്ട് എടുത്തങ്ങ് ദൂരെ കളഞ്ഞിട്ട് അങ്ങനെ തന്നെയാണ് ജീവിച്ച് മരിച്ചതെന്നാണ് ചരിത്രം. അപ്പം ഏതാണ്ട് പിടിയിട്ടില്ലേ പോത്തുകാരാണ്. ഓക്കെ. അപ്പോൾ അതാണ് ചരിത്രം. പിന്നെ അതിന്റെ കൂടെ തന്നെ ഈ പുള്ളിക്കാരത്ത് ഇത് പറയാനുണ്ടായ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുഞ്ഞുഞ്ഞില്ലേ ഓസി പുണ്യാളൻ, ഉമ്മൻചാണ്ടി പുള്ളിയാളനില്ലേ, പുതുപ്പള്ളിയിലെ പുതിയ പുണ്യാളൻ, അദ്ദേഹത്തിന്റെ കാര്യം പറയുമ്പോൾ പുള്ളിക്കാരത്തേക്ക് നൊന്തു. ചേട്ടാ, നമ്മൾ നടന്നൊരു കാര്യമല്ലേ പറഞ്ഞത്. സത്യം, ഞാനും ഇന്നലെ അവിടെ പോയി പ്രാർത്ഥിച്ചു. വെള്ളിയാഴ്ചയാണ് നമ്മുടെ പ്രത്യേക ദിവസം. വെള്ളിയാഴ്ച പ്രത്യേക ദിവസം പോയി ഞാൻ ചന്ദന മെഴുകുതിരി ഒരെണ്ണം കത്തിച്ച് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഓസി പുണ്യാള ഒരു 2 ലാറ്ററി ഞാൻ എടുക്കുന്നുണ്ട്, ഈ 2 ലാറ്ററി എനിക്ക് അടിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പുണ്യാളൻ കേൾക്കൂത്രേ. ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യാണ്. നാളെയാണ് ഡേറ്റ്. നാളെ പുണ്യാളൻ ഈ ലോട്ടറി അടിച്ചത് വെച്ചോ, നമ്മൾ ആ ശവകുടീരുണ്ടല്ലോ അത് ഗോൾഡിലാക്കി കൊടുക്കും. അതാണ് നേർച്ച. അങ്ങനെ ആരെങ്കിലും ഇതുവരെ നേർന്നിട്ടുണ്ടോ? വല്ല വാല കൊച്ചു കുരിശൊക്കെയല്ലേ നേരും. നമ്മളതല്ല, മാസ് ഇതാണ്. എടുത്തത് എത്രയാണ്? 25 കോടിയുടെ ലോട്ടറിയാ. തൊള്ള ഇതെങ്ങാണോ അടിച്ചാൽ പിന്നെ അങ്ങേരുടെ ഫുള്ള് നമ്മൾ വേണമെങ്കിൽ ആ ഫുള്ള് മന്ദിരമേ ഗോൾഡാക്കി കൊടുക്കും. പ്രാമിസാണ്. മനസ്സിലായില്ലേ? ഓസി പുണ്യാളിനെ പറഞ്ഞപ്പോഴത്തേക്ക് നായരുട്ടിക്ക് നൊന്തൂന്ന്. അയ്യോടാ, നായരുട്ടിക്ക് എന്തൊരു വേദനയാ. നായരുട്ടിയുടെ പിക്ചറും കൂടെ കാണിക്കാം കേട്ടോ. നായരുട്ടി ഇതൊക്കെ പറഞ്ഞിട്ട് പ്രൊഫൈല് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് മോശമല്ലേ നായരുട്ടി? നമ്മൾ ബാറ്റിൽ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. നമ്മൾ കോയാത്തി ആയിരിക്കും, അത് സമ്മതിച്ചു മാറ്റില്ല. ഞാൻ എന്തുകൂടെ നായരുട്ടി എന്നല്ലേ പറയണത്? അത് ചീത്തയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. ഞാൻ എന്ത് ചെയ്യണം? നായരുട്ടി പ്രൊഫൈലൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ ഫോട്ടോ ഇങ്ങനെ എടുത്ത് ബ്ലർ ചെയ്താണെങ്കിലും കാണാൻ സംഗതി ഉണ്ട് കേട്ടോ. നായരുട്ടി നിൽക്കുന്നുണ്ട. അയ്യോ, എന്തൊരു കുലസ്ത്രീയാണ് മോളെ. കുലസ്ത്രീ ഇങ്ങോട്ട് കയറി കൊരുക്കല്ലേ. നീ ചെവള ഞാൻ കുത്തി കീറുവേ. മാറ്റമില്ലാത്ത കാര്യമാണ്. ചെവള ഞാൻ കുത്തി കീറും. ഒരു മാറ്റമില്ല. അനിത ജയചന്ദ്രൻ നായർ എന്നാണ് ഐഡിയുടെ പേര്. ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പോണു. ഇന്ന് ഞാൻ ഇത്രേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എനിക്ക് കലി വന്നിട്ട് പാടില്ലായിരുന്നു. അത് മാത്രമോ, രശ്മി നായര 80K ഒക്കെയാണ് എമൗണ്ട്. ജട്ടി ഇട്ടത്, ജട്ടി ഇടാത്തത്, തുണി എടുത്തത്, തുണി കൊടുക്കാത്തത്, അതും നായരുട്ട്യ. പിന്നെ ചരിത നായർ, അതും നായരുട്ട്യ. അങ്ങനെയാ മൊത്തം നായർ. എന്നിട്ടാണ് പാവം നമ്മൾ കോയാത്തികളെ പോയി ബടി എന്ന് വിളിക്കുന്നത്. കോയാമാർ തന്നെ ലിസ്റ്റിൽ നിൽക്കുകയാണെങ്കിൽ നേരം നമ്മളെ വെടിയെന്ന് വിളിക്കാനായിട്ട് ഇനി നായരുട്ടിയും കൂടെ വന്ന് വെടിയെന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ കൊച്ചെ? ഒരു പെണ്ണ് ഒരു പെണ്ണിന് റെസ്പെക്റ്റ് കൊടുക്കണം. അല്ലെങ്കിൽ ഇതുപോലെ ഇറസ്പെക്റ്റ് ആയിട്ട് ഞാൻ സംസാരിക്കും.
അപ്പൊ പിന്നെ നിങ്ങൾ എന്നിട്ട് പറയുന്നത് അതാ ഷെബീന സ്ത്രീ വിരുദ്ധത പറയുന്നത്, സ്ത്രീപക്ഷമൊക്കെ തന്നെ. പക്ഷെ ഇതുപോലുള്ള കന്നം തിരിച്ച സാധനങ്ങൾക്കൊക്കെ സ്ത്രീ വിരുദ്ധതയെ കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? എന്ത് ഡോസ് ഇങ്ങോട്ട് വരുന്ന ആ ഡോസ് അങ്ങോട്ട് കൊടുക്കും. അവിടെ എഴുതിയിട്ടത് മുഴുമിക്കാതെ ഞാൻ വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്തിട്ട് കൊടുത്തത്. ബിബി വാ തുറക്കുന്നത് കള്ളം പറയാനും തിന്നാനും ആണോ? ഇവിടെ സംസുതി നെല്ലിശ്ശേരി നിന്റെ മൂമ്മാടെ ഒന്നാം കുലിസ് ഓർറാക്കുവായേ. ആ ഓസി പുണ്യാളിന്റെ കഥ കേട്ടോ. പറ മോളെ പറ പറ. പുണ്യാളച്ചാ ജനങ്ങളുടെ എല്ലാം ആശ്വാസദായക കുഞ്ഞുഞ്ഞു പുണ്യാളച്ചനാണേ എൻ്റെ പുതുപ്പള്ളിയിലടങ്ങിയിരിക്കും കുഞ്ഞുഞ്ഞെ ആശ്വാസദായകനാടങ്ങ് കുഞ്ഞുഞ്ഞു പുണ്യാളൻ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സാറിന് മനസ്സിൽ കണ്ടോണ്ട് പറഞ്ഞു, എൻ്റെ ഉമ്മൻചാണ്ടി സാറേ ഇതിനകത്ത് ഫസ്റ്റെങ്കിലും അടിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഞാൻ വന്നു. ആ ലോട്ടറിയിൽ വീണ്ടും എനിക്ക് 10,000 വെച്ച് 2 ഉമ്മൻചാണ്ടി ഒരു പുണ്യാളൻ ഞാൻ വിശ്വസിക്കുന്ന. ഞാൻ ഉമ്മൻചാണ്ടി സാർ അടക്കിയ 3 അന്ന് ഞാനും എൻ്റെ മോനുമായിട്ട് മോന് കല്ലറാണോ എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നമ്മുടെ അതിൽ വണ്ടിക്കൂലിയില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ നിർബന്ധം അവന് പോകണം. അങ്ങനെ ഞാൻ പറഞ്ഞു എങ്കിൽ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മോനെ വിളിച്ചിട്ട് എൻ്റെ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് 1,000 രൂപ ചോദിച്ചു. എനിക്ക് ഫീൽഡിൽ പോകണമെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞാണ് ഞാൻ മേടിച്ചുകൊണ്ടാണ് മോനെയും കൊണ്ട് ഉമ്മൻചാണ്ടി കള്ളം പറഞ്ഞ 1000 രൂപ. അപ്പോഴാരും നമുക്ക് അതിൻ്റെ ഒരു സഹായം ഏറ്റവും ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള മനുഷ്യരുടെ അടുത്ത് പറയുന്നതിനേക്കായി ആ മനുഷ്യനേക്കായി ഭയങ്കര ശക്തിയുള്ള ഒരു കല്ലറയായി മാറി എനിക്ക്. അത് ഏറ്റവും ഒരു എൻ്റെ സഹായം. എനിക്ക് അനുഭവം കണ്ടെന്നല്ല, അല്ലെങ്കിൽ ആ സാറിന്റെ കുഞ്ഞുഞ്ഞു പുണ്യാള ഞാൻ ഇട്ടേക്കുന്ന പേരാണ് കുഞ്ഞുഞ്ഞു പുണ്യാള. ഈ കല്ലറയുടെ ശക്തിയാൽ, ഈ അണയാത്ത മെഴുകുതിരിയാൽ, എന്നും നിന്റെ കല്ലറയിൽ അണയാത്ത മെഴുകുതിരി ഉണ്ടെങ്കിൽ നിന്റെ ശക്തിയാൽ എനിക്ക് 3 സെന്റ് സ്ഥലം, അതിലൊരു വീട്, 3 സെന്റ് സ്ഥലം വീടും വേണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ആ പാട്ടൊന്നും കൂടെ കേൾക്കാം. ജനങ്ങളുടെ എല്ലാം ആശ്വാസദായക കുഞ്ഞുഞ്ഞു പുണ്യാളച്ചാ ആ ഫ്ലോയും കൂടി കുഞ്ഞുഞ്ഞെ ആശ്വാസദായകനാടങ്ങ് കുഞ്ഞുഞ്ഞു പുണ്യാളൻ കുട്ടികളൊക്കെ തിരിച്ച് ശക്തി അന്ന് ഞാൻ പി ഡി സതീശ സാർ ആ രാത്രി മുഖം അങ്ങനെ തെളിഞ്ഞു നിൽക്കണെന്ന് ഈ പെങ്കൊച്ചു പറഞ്ഞ കേസ് ഞാനൊന്ന് പറഞ്ഞു. ഇത്രേ ഞാൻ ചെയ്തുള്ളൂ. ശത്രുക്കൾ ആരോപണം കൊടുത്ത് ചെയ്യിച്ചതാണോ ഇത്? ഏയ് ഇല്ല. അവര് പറയണത് കുഞ്ഞു പുണ്യാളച്ചെന്ന്, നമ്മൾ പറയണത് ഓസി പുണ്യാളെന്ന്. സംഗതി എന്തെന്ന് പറഞ്ഞാലും നമുക്കതാണ്. അത് മാത്രമല്ല, ഇപ്പൊ അവിടെ നിൽക്കുന്നുണ്ട് ജുംക ബേബി. ജുംക അവിടെ പോയി നിൽക്കുകയാണ്. എന്തിനാണ്? ഇങ്ങേർക്ക് എതിരായിട്ടാണ്. ഓസി പുണ്യാളന്റെ മകനെതിരായിട്ട്. ഇങ്ങേര് പറഞ്ഞ കോമഡിയൊക്കെ ഉണ്ട്. അയ്യോ പടു കോമഡിയാ. വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും, കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും BJPക്കും നാട്ടുകാർക്കും വന്നവനും നിന്നവനും എല്ലാവർക്കും ഗീവർഗീസ് എന്നൊരൊറ്റ പുണ്യാളനേ ഉള്ളൂ. അല്ലടാ കമ്മ്യൂണിസ്റ്റുകാരാ, അറിയാത്തോണ്ട് ചോദിക്കുന്നതാണ്. എടാ ഗീവർഗീസ് പുണ്യാളൻ അവിശ്വാസികൾക്കും പുണ്യാളനായത് എപ്പോഴാണ് അടേ? അത് മനസ്സിലായില്ല. BJPക്കാരുടെ കാര്യവും ഇങ്ങേര് പറയൂ, വന്നവൻ്റെയും നിന്നവൻ്റെയും പോയവൻ്റെയും കാര്യം ഇങ്ങേര് പറയും. ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം പറഞ്ഞാൽ പോരെ, അയാളെ സ്വന്തം കാര്യം പറഞ്ഞാൽ പോരെ. അയ്യോ അടുത്ത മരണം. രണ്ടും കൂടെ എന്തായാലും തേലിയാകും. ഗീവർഗീസ് ജയിച്ചാലും ശരി, ഓസി പുണ്യാളൻ ജയിച്ചാലും ശരി, രണ്ടിനും നല്ല ഉഴുത്ത വട്ടാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ട്. എന്തായാലും ആ നാട്ടുകാരുടെ ഗതഭാഗ്യം, ഹതഭാഗ്യത അത്രയേ ഉള്ളൂ. ഗത്തിക്കേട്ട്, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഒരു ഇലക്ഷനൊക്കെ നിൽക്കുന്നതാകുമ്പം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ആൾക്കാർ അനുഭാവികൾ അതൊക്കെ പറയേണ്ടി വരുമായിരിക്കും. എന്നാലും ഒരു മയത്തിലേക്ക് അങ്ങോട്ട് തള്ളി വിടണ്ടേ? ഇവിടെ കാത്തോലിക്ക സഭയൊക്കെ എടുത്ത് തൂര കളഞ്ഞ സാധനമാണ് ഇങ്ങനെ രാരി. ഇല്ല, ഒരു മാക്രിയെ കുത്തിക്കൊണ്ട് നിൽക്കുന്നില്ല, ഒരു സാധനമൊക്കെ വെച്ചിട്ട് ഒരു എരിയെ ഇങ്ങനെ കുത്തി പിടിച്ചോണ്ടിരിക്കുന്ന ഒരാളുണ്ടല്ലേ, ഗീവർഗീസൺ. അങ്ങനെ കാര്യം പറഞ്ഞു. എന്തെങ്കിലും ആവട്ടെ. അപ്പൊ അത്രയേ ഉള്ളൂ സംഗതി. ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞ് നമ്മുടെ കയ്യിലുള്ള തെറ്റെന്തെന്ന് പറ. ഉടനെ നായരി ചേച്ചി ഓടി വന്നിട്ട് പറയുന്നത് ഇതാണ്. ഇനി ഈ സരിതാ നായരാണ് പറഞ്ഞത് ഇങ്ങേര് വദനസൂരതത്തിൽ മിടുക്കനാണെന്ന്. അത് അവരെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടത് ഞാൻ പറഞ്ഞാണോ? അല്ല. ഈ പുണ്യാളന്മാർ വദനസൂരതമൊക്കെ ചെയ്തു കൊടുക്കുമായിരിക്കും അല്ലയോ? അതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. നമുക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല. പിന്നെ യൗമാരൊക്കെ പലതൊക്കെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അമ്മക്ക് അറിഞ്ഞൂടാത്തല്ലേ പറയാൻ പറ്റൂ. അവിടെ ഉണ്ടൊരു നായരി, സരിതാ നായർ. കണ്ടില്ലയോ? മതിയാ? നിർത്താം.
നായന്മാർ 2 കെട്ടി, അതായത് ഏതോ പശീർ പശുവിനെ പോൽ എപ്പോഴും മഹത്വവൽക്കരണം ചേട്ടേ, ഞങ്ങളുടെ അവകാശമാണേ 2 4 ഒക്കെ കെട്ടാനുള്ള അധികാരം ഞങ്ങൾക്ക് ഇസ്ലാം മതം തന്നിട്ടുണ്ടേ. ആദ്യത്തെ പെണ്ണുപിള്ള സമ്മതിക്കണം. ആദ്യത്തെ പെണ്ണുപിള്ള സമ്മതിച്ച് 4 കെട്ടാമടേ, അത് ഞങ്ങളുടെ അധികാരമാണേ. അതിനെന്തരടേ സംബന്ധം കൂട്ടിയിട്ട് തന്തേന്നു. പക്ഷെ 4 ഉണ്ടാകുന്ന കൊച്ചിനെയും ഇവനെ തന്നെ തന്തേന്നല്ലേ വിളിച്ചെന്നുള്ളൂ. അല്ല നീ ഇന്നലടാ കൊസവ എന്ന് പറയാറില്ല. കല്യാണം കഴിച്ച് ഇതിപ്പോ നിക്കാഹെന്ന രീതിയിൽ വ്യഭിചാരമാണെങ്കിൽ പോലും കുട്ടികൾക്ക് ആ റൈറ്റ്സ് ഉണ്ടല്ലോടാ. രമേശ് അണ്ണ വെറുതെ ഗാമ്പറ്റീഷൻ ഐറ്റം വരണ്ട. ഗാമ്പറ്റീഷൻ ഐറ്റം വന്നാൽ നമ്മളെ ചരിത്രം ഭയങ്കര വീക്കാ. ഇത് പിന്നെയും കുറച്ചുകൂടെ നന്നായിട്ട് നിൽക്കുന്ന ചരിത്രം നമ്മളങ്ങ് പറയും. ഞാൻ പറയും, ഒരു മറ്റല്ല ഒരു ദയയും ഈ സൈഡിൽ നിന്ന് ഈ ഒരു വിഷയത്തിൽ പ്രതീക്ഷിക്കുക പോലും വേണ്ട. പാലിന്റെ അറ്റത്ത് ഉത്ഭവദോഷം വെച്ചുകൊണ്ട് വരുന്നവളുമാരും എൻ്റോടെ കിടന്ന് കൊരക്കരുത്. ആദ്യം നീ ജെന്യുവിനായി നിൽക്ക്. ID വെളിയിൽ കാണിക്ക്. നിന്റെ അഡ്രസ്സ് ഉൾപ്പെടെ നീ പറ. നേർ തണ്ടിക്ക് പോട്ടാട്. അല്ലാണ്ട് പ്രാബയിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ട് കൊണയടിക്കാൻ വരരുത്. മനസ്സിലായ? പോയിന്റ് ഇവിടെ കിട്ടിയാ മേൽക്കൊണ്ട ഏരിയ കണ്ട ചെവള ഞാൻ കുത്തിക്കീറും. തൊട നിർത്തിക്കണം നീ.